ഇതൊന്ന് കേൾക്കുങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അവലാ അദുല്ലുക്കും, ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇദാ ഫഅൽതുമൂഹു, നിങ്ങൾ അക്കാര്യം ചെയ്താൽ തഹാബബ്തും, നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകും. നബി തങ്ങൾ ഹദീസ് പറഞ്ഞു തുടങ്ങുന്നത് ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ ആരും വിശ്വാസികളാകുന്നത് വരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല എന്നുള്ളതാണ്. വിശ്വാസികളാവാൻ നിങ്ങൾ വേണ്ട ഒരു കാര്യം വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാകൂല എന്നാണ് നബി തങ്ങൾ പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് പരസ്പരം സ്നേഹിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക. കാണുമ്പോഴും പിരിയുമ്പോഴും ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹം ഉണ്ടാകും. ആ സ്നേഹം കൊണ്ട് നിങ്ങൾ വിശ്വാസികളായി തീരും. ആ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം. നോക്കൂ, സലാമിനെ കുറിച്ച് പറയുന്നത് സലാം പറയുക എന്നതിന് പകരം സലാമിനെ വ്യാപിപ്പിക്കുക എന്നാണ് ഉള്ളത്. എല്ലായ്പ്പോഴും സലാം പറയുക എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന തന്നെയാണ്, പുതിയൊരു കാര്യമൊന്നുമല്ല. അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളത് നമ്മൾ ബോധപൂർവം ചെയ്യേണ്ടതാണ്. കുടുംബക്കാരായാലും ഫ്രണ്ട്സായാലും നമ്മുടെ സംഗമങ്ങളിലൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ശീലിക്കാൻ, അതങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ഏറ്റവും നല്ല കാലവും ഈ റബീഉൽ അവ്വൽ തന്നെയാണ്. അതുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഒരു ശീലമായി തീർന്നാൽ നമുക്ക് സ്വർഗത്തിലെത്താനുള്ള വലിയൊരു മാർഗമായി തീരും ഇൻഷാ അല്ലാഹ്.